ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് സെഞ്ചുറി പാർക്ക് ഹോട്ടൽ ബാങ്കോക്കിലാണ്. ഇതാണ് ബാങ്കോക്ക് നഗരം. തായ്ലാൻഡിലെ പിക്നിക്കൊക്കെ നമ്മൾ കഴിഞ്ഞ് ഇപ്പം ബാങ്കോക്കിലെ പിക്നിക്കായി. അപ്പം ബാങ്കോക്കിലെ പിക്നിക്ക് കുറച്ചേ ഉള്ളൂ, കാരണം അവിടെ തായ്ലാൻഡിലെ പിക്നിക്കാണ് കൂടുതൽ. നമ്മളിനി വൈകുന്നേരം നമ്മൾ തിരിച്ച് കൊച്ചി പോകും, കാരണം എല്ലാ പിക്നിക്കും ഇപ്പം കഴിഞ്ഞു. ഫൈവ് ഡേയ്സ് ട്രിപ്പിന് മാത്രമാണ് നമ്മളിവിടെ വന്നത്. തായ്ലാൻഡിലും ബാങ്കോക്കിലും അടിപൊളിയായിരുന്നു. കണ്ടാ, മൊത്തം സിറ്റീസും ഇതായിരുന്നു. അമ്മ, എനിക്കൊന്നും പോകാൻ തോന്നുന്നില്ല, കാരണം ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, കടലുണ്ട്, ടൈഗർ പാർക്കുണ്ട്, എന്തെല്ലാം ഉണ്ടെന്നാ. പക്ഷെ എൻ്റെ അമ്മ, ഇവിടെ ഇതൊക്കെ കാരണം എനിക്ക് ഇവിടെ പോകാൻ തോന്നുന്നില്ല. എത്ര മനോഹരമായ തായ്ലൻഡ് ആണെന്ന്. അത് മാത്രമല്ല, എനിക്ക് ഇവിടെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്രയും ദിവസം ഇവിടെ നിന്നത്. അല്ലെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസം കൂടി ഇവിടെ നിന്നേനെ. ഏകദേശം ഒരു 10 ദിവസമെങ്കിലും ഞാൻ ഒരു അഞ്ച് ദിവസം കൂടെ ഞാൻ നിന്നേനെ. അപ്പൊ 10 ദിവസം ഇവിടെ കൊണ്ടുവന്ന ബഡ്ജറ്റ് ഹോളിഡേയ്സിന്റെ ഒരു പാക്കേജ് ആണ്. അവിടുത്തെ ചേട്ടനും ചേച്ചിമാനും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു. ഇത് തായ്ലൻഡ് പിക്നിക്ക് വെച്ചാൽ ഭയങ്കര മനോഹരമായിരുന്നു. ഞാനൊക്കെ വിചാരിച്ചു ഇവിടെ ടൈഗർ പാർക്കും പിന്നെ ബീച്ചൊക്കെ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ കുറെ ജെംസ് ഗാലറി അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ പട്ടായയിലാണ് കൂടുതൽ ഇതുള്ളത്, കാരണം ഇവിടെ ബീച്ചുണ്ട്, പിന്നെ ടൈഗർ പാർക്കുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം നമ്മളിതെല്ലാം തകർത്ത് നമ്മളിനി വൈകുന്നേരം പോവുകയാണ്. നിങ്ങൾ തായ്ലാൻഡിൽ വരണമെങ്കിൽ ബഡ്ജറ്റ് ഹോളിഡേയ്സിലൂടെ ഫോളോ ചെയ്യണം. അവർ നല്ല അടിപൊളിയാണ്. ഒരു വലിയൊരു ടീമാണത്. ഇത്ര ബസ്സിൽ കുറെ ആൾക്കാരുണ്ട്. അപ്പം ഭയങ്കര വലിയ ബസ്സാണ്. AC ഒക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. എല്ലാം കൂടെ ഈ തായ്ലൻഡ് അടിപൊളി ചെയ്യണ്ട. ദൈവമേ, എന്ത് ആക്ടിവിറ്റീസ് ആയിരുന്നു. കൊച്ചിയിൽ ഭയങ്കര മഴയാണെന്നാണ് കേട്ടിരിക്കുന്നത്. എന്നാലും ബഡ്ജറ്റ് ഹോളിഡേയ്സ് സൂപ്പറാണ്. അപ്പം താങ്ക്സ് പറയണം ബഡ്ജറ്റ് ഹോളിഡേയ്സിന്. താങ്ക്സ് ബഡ്ജറ്റ് ഹോളിഡേയ്സ്. കൊച്ചിയിൽ മഴയാണെന്നാണ് കേട്ടിരിക്കുന്നത്. എനിക്ക് ചെറിയ പേടിയുണ്ട്.